ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഞാനിന്ന് ഒരു പരിപ്പുകായ എരിശ്ശേരിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. വളരെ സിമ്പിൾ റെസിപ്പിയാണ്. ഇതിനു വേണ്ടി ഞാൻ ഈ കാണുന്ന ചെറിയ കായാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇത് ഈ കാണുന്നത് പോലെ ചെറുതായി അരിഞ്ഞെടുക്കണം. അതിൻ്റെ കൂടെ ഒരു ചെറിയ പച്ചമുളകും നടുവേ കീറിയെടുക്കാം. പരിപ്പ് നന്നായി കഴുകി കുക്കറിലിട്ട് വെച്ച ശേഷം ഈ അരിഞ്ഞു വെച്ച കായും മുളകും ചേർത്ത് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും എടുത്ത് വെച്ച് നമുക്കത് വേവിച്ചെടുക്കാം. ഒരു 5 വിസിലോളം നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. ശേഷം ഇതിനരച്ച് ചേർക്കാവുന്ന തേങ്ങയെ നമ്മൾക്ക് ചിരകിയെടുക്കാം. ഈ കാണുന്ന അളവിലുള്ള തേങ്ങയും അതിന് കുറച്ച് ജീരകവും ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് മിക്സിയിൽ നന്നായി അരച്ചെടുക്കാം. ഏകദേശം ഈ പരുവത്തിൽ കിട്ടിയതിന് ശേഷം നമ്മൾ കുക്കർ ഓപ്പൺ ചെയ്ത് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ നമുക്കിതിലേക്ക് ചേർക്കാവുന്നതാണ്. അതിനുശേഷം വീണ്ടും നമുക്കിതിന് അനുയോജ്യമായ വെള്ളം എത്രയാണോ അത്രയും വെള്ളം ചേർത്ത് നമുക്ക് നന്നായി അങ്ങ് ഇളക്കി കൊടുക്കാം. കറിക്ക് കുറച്ച് ചാറ് വേണമെങ്കിൽ കുറച്ച് നന്നായി വെള്ളം ചേർത്ത് കൊടുക്കാം. കാരണം പരിപ്പാണ്, ചിലപ്പോൾ നന്നായിട്ട് ഉറച്ചു പോകാനും സാധ്യതയുണ്ട്. അപ്പോൾ അതിനനുസരിച്ചുള്ള വെള്ളം ചേർത്ത് നിങ്ങൾക്ക് തയ്യാറാക്കിയെടുക്കാവുന്നതാണ്. അതിനുശേഷം നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്ത് പാകത്തിന് ഉപ്പുണ്ടോ എന്ന് നോക്കിക്കൊടുക്കാം. എന്നിട്ട് കറി നന്നായി അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. ശേഷം നമുക്കിത് താളിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇതുപോലൊരു ചെറിയ ചീനച്ചട്ടി എടുത്ത് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് എണ്ണ ചൂടാവുന്നത് വരെ കാത്തിരിക്കാം. എണ്ണ നന്നായി ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് നമുക്ക് കടുക് പൊട്ടിച്ചെടുത്ത് വറ്റൽമുളകും കറിവേപ്പിലയും ഒരു പൊടിക്ക് മുളക് പൊടിയും ചേർത്ത് നന്നായി വാട്ടിയെടുക്കാം. ശേഷം നമ്മളിത് കറിയിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ എരിശ്ശേരിയുടെ റെസിപ്പി. എല്ലാവരും തയ്യാറാക്കി നോക്കണം. കൂടാതെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് കമൻറ്റിൽ പറയാവുന്നതാണ് കേട്ടോ.